ഈ അതിവിനയക്കാരൻ മറ്റൊരു മുഖവും കൂടിയുണ്ട്. എന്താണ്? ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തനാണ്. എവിടെയും ചെണ്ടമേളം നടത്തും, അതുപോലെ ആനയെ നടക്കരുത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശബരിമലയിലെ ആ ഒരു പാളി ഇങ്ങോട്ട് വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാം കുരുങ്ങുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. കുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നല്ല അടുപ്പമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയപ്പം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പൂജ നടത്തി. ജയറാം ശബരിമല ഭക്തനാണ്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിൽ ജയറാമിൻ്റെ ചെണ്ടകൊട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജയറാമിൻ്റെ വീട്ടിലെ പ്രത്യേകിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പം ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരണം, അതിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്യണം, ഡേറ്റും സമയമെല്ലാം ഫിക്സ് ചെയ്തു. അതനുസരിച്ച് ജയറാം ചില നീക്കങ്ങൾ വീടുകളെല്ലാം അലങ്കരിച്ചു. നമസ്കാരം. ജയറാം എന്ന് പറയുന്ന അതിവിനയക്കാരൻ, അതായത് ഭയങ്കരമായ നാട്യക്കാരനെ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ ജയറാമിന് രണ്ടല്ല ഒരു 3 മുഖങ്ങളെങ്കിലും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാള് ചില ആൾക്കാരോട് പെരുമാറുന്നതിന് അയ്യോ, ചില ആൾക്കാരോട് പെരുമാറുന്നതിന് അയ്യോ, ചില ആൾക്കാരോട് പെരുമാറുന്നത് അയ്യോ, ഇങ്ങനെയാണ്. അങ്ങനെ 3 മുഖമുള്ള ഒരു മനുഷ്യനാണ് ഈ ജയറാം എന്ന് പറയുന്നയാള്. 10 പൈസ ഒരാളെ സഹായിക്കത്തില്ല. ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കൂട്ടുകെട്ടുകൾ മാത്രം. അല്ലാതെ ഇയാളുടെ സിനിമ കാണുന്ന പാവങ്ങളോടോ മറ്റുള്ളവരോടോ ഒരാളോട് പോലും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഇവിടുന്ന് സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ നേരെ ഓടിയിട്ട് ചെന്നൈയിൽ പോകും. അവിടുന്ന് പിന്നെ അടുത്ത സിനിമക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ എത്തുന്നത്. ഏതായാലും കാലം അയാൾക്ക് കൊടുത്തത് ഒരു വലിയ ശിക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരും പറയും ആന്തളോ കാന്താരയിൽ അഭിനയിച്ചിട്ടില്ലേ, അതൊരു വലിയ ദുരന്തം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് കാന്താരയിൽ ഇയാൾ എന്തഭിനയിച്ചു എന്നാ പറയുന്നത്. ആ കാന്താരയിൽ ആ റോള് ആരഭിനയിച്ചു കഴിഞ്ഞാലും ഇതിലും നല്ല മനോഹരമാക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അതിവിനയക്കാരൻ മറ്റൊരു മുഖവും കൂടിയുണ്ട്. എന്താണ്? ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തനാണ്. എവിടെയും ചെണ്ടമേളം നടത്തും, അതുപോലെ ആനയെ നടക്കരുത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശബരിമലയിലെ ആ ഒരു പാളി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ പിന്നെ ആ വീട്ടിലേക്ക് വരുമ്പോൾ പറയണം സമയവും കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. കാരണം എന്താ? ഈ കള്ളനായ പോറ്റിയുമായിട്ട് ജയറാമിന് ബന്ധമുണ്ട്. അങ്ങനെ പോറ്റി നേരെ ജയറാമിന്റെ വീട്ടിലേക്ക് പോകുന്നു. മൃഷ്ടാനം ഞണ്ണാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുകയാണ്. ജയറാം അപ്പോഴേക്കും തൻ്റെ അവിടെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അതായത് വലിയ വലിയ സൊസൈറ്റികളെ, ഈ സൊസൈറ്റികളെ വിവരം അറിയിക്കുന്നു, ശബരിമല എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ ജയറാമിന്റെ ആ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഓടി വരികയാണ്. ഓടി വന്ന് ഇത് കാണുന്നു. കണ്ടതിന് ശേഷം ദക്ഷിണ കൊടുക്കുന്നു. 500 രൂപയാന്ന് ജയറാം പറയുന്നു. ഇനി 500 ആയാലും ഇനി 5 രൂപ ആയി കഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കുന്നു. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടൊന്നും വാങ്ങിച്ചിട്ടും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോറ്റിക്കറിയാം, അതായത് ജയറാമിനെ പോലെയുള്ള ഒരാൾ തൻ്റെ കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അങ്ങനെ ജയറാം ആ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ അതിവിനയക്കാരൻ ഇപ്പോഴേ SIT ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുകയാണ്. അയാളെ മാപ്പ് സാക്ഷിയാക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ജോർജ് ജോസഫ് എന്ന് പറയുന്ന സാർ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ആർക്കും ഇതുവരെ സഹായം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒരാൾക്ക് സഹായം ചെയ്തു, പക്ഷെ ഇദ്ദേഹത്തിന് 5 പൈസ എടുത്തിട്ടല്ല. അതായത് പ്രൊഡക്ഷന്റെ പൈസ എടുത്തിട്ട് ഈ ജയറാമിന്റെ സിനിമ പൊളിഞ്ഞു പോകുന്നതും അത് കാണാൻ ആളില്ലാത്തതും ഇതുകൊണ്ടാണ്. ഒരാളെ പോലും സഹായിക്കാത്തത് കൊണ്ടും പിന്നെ ഒരു മീഡിയന്റെ മുന്നിൽ വന്നിട്ടും ഒന്നും പറയത്തില്ല, അതുകൊണ്ടാണ് ഇയാളുടെ സിനിമ വിജയിക്കാത്തത് എന്ന് അറിഞ്ഞ മാനുവൽ തോമസും കൂട്ടരും അവസാനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്, എന്നാ ഓസ്ലറാ അങ്ങനെ എന്തോ പറഞ്ഞൊരു പടം ഇറങ്ങിയില്ലേ. ആ പടം ഇറങ്ങുന്നതിന് മുന്നെയാണ് ഒരു പയ്യന് കുറച്ച് ഒരു പശുക്കളങ്ങാറ്റം ചത്തുപോയത്. അങ്ങനെ ആ പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. അവനൊരു 5 ലക്ഷം രൂപ എന്തോ കൈമാറുന്നു. അത് ഭയങ്കരമായിട്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ പടത്തോട് ഇതിനോട് കൂടിയിട്ട് ജയറാം ഭയങ്കരമായിട്ടുള്ള കാരുണ്യവാനാകുന്നു. അതുവരെ 10 പൈസ ഒരാൾക്ക് കൊടുക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചു ജയറാമിന്റെ പൈസയാന്ന്. ഒരിക്കലും അല്ല, ഇത് പ്രമോഷന്റെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ആ ഒരു സിനിമ നല്ല രീതിയിൽ ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ജയറാമിന്റെ ഈ അഭിനയം എല്ലാവർക്കും അറിയാം.
ജയറാം ഇതുപോലെ അഭിനയിക്കുന്നതും ജനങ്ങളെ പൊട്ടനാക്കുന്നതും, അതായത് ജയറാമിന് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഒരു സിനിമ, അതായത് അപരൻ എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം സിദ്ദിഖ് ലാലന്മാർ ഒരു കഥ പറയാൻ വരികയാണ്. അതായത് സിദ്ദിഖ് ലാലന്മാരുടെ പ്രോഗ്രാമിലും അതുപോലെ തന്നെ ഇവരുമായിട്ട് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരനല്ലേ, ഏതായാലും നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് സിദ്ദിഖ് ലാലന്മാർ നേരെ വന്ന് കഥ പറയുന്നത്. ആരോട്? ജയറാമിനോട്. കഥ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനാർ മത്തായി, റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ജയറാം പറഞ്ഞു, ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഭയമായിരുന്നു ജയറാമിന്. കാരണം ജയറാമിനോട് ആരോ പറഞ്ഞു കൊടുത്തു, എടാ അവർ പുതുമുഖാണ്, നീ പത്മരാജന്റെയും മറ്റേവരെയുള്ള സിനിമയിൽ അഭിനയിച്ച് നിൽക്കുന്നതാണ്. എന്നാൽ ജയറാം നല്ലവനാണെങ്കിൽ പറയും ഞാൻ നിങ്ങളിൽ അഭിനയിക്കാം എന്ന് പറയും. പക്ഷേ ജയറാം അത് നിന്നതുമില്ല. ആ പടം അങ്ങനെ ഹിറ്റായപ്പോഴും ജയറാം മുകളിലോട്ട് നോക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ജയറാം എന്ന് പറയുന്ന അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം രാജസേനൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തുടരെ ജയറാമിനെ വെച്ചിട്ട് ഹിറ്റ് എടുത്തതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് 1 or 2 സിനിമ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും വെച്ച് സിനിമ എടുക്കുക, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ ഇങ്ങനെ എന്താ ചെയ്തത്, ഇങ്ങനെ ഒരു കഥ കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ എല്ലാം ഹിറ്റുമായി. അതോട് കൂടിയിട്ട് ഇപ്പോഴും എന്താ, രാജസേനും പണിയില്ല, ഇപ്പോഴാണെങ്കിൽ ജയറാമും പണിയില്ലാതെ വീട്ടിലിരിപ്പായി. ഞാൻ പറഞ്ഞല്ലോ, ജയറാമിന് ഇങ്ങനെ കുറേ ശാപങ്ങളും ഉണ്ട്. ഇതേപോലെ നമ്മുടെ എന്താ പറയേണ്ടത്, അമ്പലത്തിലെ സ്വർണ്ണവാളികളായാലും ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. ഒരു കാരണവശാലും ഭഗവാനൊന്നും അതിന് കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജയറാമിന് തന്നെ പല ദോഷങ്ങളും അനർത്ഥങ്ങളും ഉണ്ട്. അയാൾ ഇപ്പോഴും വീട്ടിലിരിക്കാൻ തന്നെയുള്ള പ്രധാന കാരണം വരെ ഇതായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതു സ്വത്താണ് നമ്മുടെ. അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും ഒരാൾക്കും അധികാരമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവന്മാർ പൈസ ഉള്ളതുപോലെയാണ്. ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പൈസക്കാരനൊരു സീറ്റ്, പൈസ ഇല്ലാത്തവനൊരു സീറ്റ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്ന് അമ്പലക്കാരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. അവിടെ വരുന്ന ഭക്തര്, ഈ പാവപ്പെട്ട ഭക്തരാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക സഹായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ പണക്കാരൻ തരും, അവൻ ബൾക്കായിട്ട് ചിലപ്പോൾ തരും, അതേ ഉള്ളൂ അവൻ്റെ കാര്യം. അല്ലാതെ അവൻ വേറെ സഹകരണത്തിനൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജയറാമിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. ജയറാമിന് ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ജയറാം മിണ്ടാതിരുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെയുള്ള സ്വർണ്ണ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണോ, അതും അന്വേഷിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായി കഴിഞ്ഞാലും ഏത് കൊലകൊമ്പനായാലും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭരണകക്ഷിയിലെയും അതുപോലെ തന്നെ എല്ലാ കക്ഷിയുടെയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിണ്ട് പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ജയിലിലടക്കും എന്ന് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ജയറാമിനെയും ചോദ്യം ചെയ്യുക, സാക്ഷിയോ അല്ലെങ്കിൽ പ്രതിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ടാക്കുക. ഒരിക്കലും പണം ഉണ്ടെന്ന് കരുതിയിട്ടും അതുപോലെ അതിവിനയം കൊണ്ട് ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.